ഈ കുപ്പികൾ വെച്ചിട്ടാണ് ഇന്നത്തെ കലാപരിപാടികൾ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലേ ഈ കളറും ബ്രഷും ഒക്കെ കണ്ടപ്പോൾ. അങ്ങനെ ഈ ബോട്ടിലിൻ്റെ പുറത്തുള്ള കവറൊക്കെ ഞാൻ റിമൂവ് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ അടുത്ത പരിപാടി. എന്നിട്ട് നമ്മളെ പാത്രം കഴുകുന്ന സ്പോഞ്ച് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ കുറച്ച് മുറിച്ചെടുക്കുന്നുണ്ട്. എല്ലാം ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇതൊന്നും എൻ്റെ ഇക്ക കാണണ്ടല്ല. പാത്രം കഴുകാൻ വേണ്ടി സ്പോഞ്ച് മേടിച്ചുകൊണ്ട് വരണേന്ന് പറഞ്ഞ ഞാനാ ഇത് വെച്ച് കളറടിക്കണത് കാണണ്ട. എന്നിട്ട് ഈ സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ബോട്ടിൽ ഫുള്ള് കളർ കൊടുക്കുന്നത്. 4 ബോട്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് പിറ്റേ ദിവസം ഞാൻ എടുത്തിട്ട് ഇതിന് കണ്ണും മൂക്കും വായും ഒക്കെ വരച്ചു കൊടുത്തു. ആദ്യം ഞാൻ ഇതിന് പെൻസിലുണ്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടാണ് ഇത് വരയ്ക്കുന്നത്. വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക് കളർ സ്കെച്ച് പെന്നാണ്. അതാകുമ്പോൾ എളുപ്പത്തിന് വരയ്ക്കാൻ പറ്റും. ഇത് ഞാനൊന്ന് പെയിന്റ് വെച്ച് വരയ്ക്കാൻ നോക്കിയതാണ്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുളമായി. അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക് എന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ മഞ്ഞയാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ മുകളിൽ ജൂട്ടിൻ്റെ ത്രെഡും കൂടെ വെച്ച് കെട്ടുന്നുണ്ട്.